ആ വാക്കും കേട്ട് നാളെ തന്നെ സ്വത്തുക്കൾ നിങ്ങളുടെ പേരിലാകുമെന്ന് നിങ്ങൾ മോഹിക്കണ്ട. അതെ, നടക്കില്ല. എടീ, ഏതായാലും രജിസ്ട്രേഷൻ നടക്കാൻ ഇനി 2 ദിവസത്തെ സാവകാശമുണ്ട്. അതിനുള്ളിൽ ഇവിടെ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറും. അത് നിങ്ങൾ ഊഹിക്കുന്നതിനും അപ്പുറമായിരിക്കും. പ്രഭാവതി അമ്മ, നിങ്ങളുടെ ഈ മുഖംമൂടി ഉണ്ടല്ലോ, അത് അഴിഞ്ഞു വീഴും. നിങ്ങൾ ഇവിടെ നടത്തിയത് മുഴുവൻ ഒരു വലിയ നാടകമാണെന്ന് എല്ലാവരും തിരിച്ചറിയും. എല്ലാവരെയും ഞാനത് അറിയിക്കും. അതിനു വേണ്ട എല്ലാ സാക്ഷികളും എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ ഭദ്രമാണ്. ഇത്രയും നാൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മ അമ്മ എന്ന് വിളിച്ച് പെറ്റമ്മയെ പോലെ സ്നേഹിച്ചതും വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഒക്കെ ഒരു കൊടും കുറ്റവാളിയായിരുന്നു എന്ന് വിശാൽ സാറിനെ ഞാൻ ബോധ്യപ്പെടുത്തും. അത് സാറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാ പിന്നെ കാണുന്നത് നിങ്ങളെ വിശാൽ സാറ് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവിടുന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നൊരു രംഗമായിരിക്കും. അതിനുവേണ്ടി കഴുത്ത് നീട്ടി കാത്തിരുന്നോ നിങ്ങൾ? പ്രഭാവതി അമ്മ, നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതോർത്തോ? ഇവൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തോ കാര്യമായ തെളിവ് അവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെന്തായിരിക്കും? ഇവൾ സാക്ഷികളെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? എങ്ങനെ അതൊക്കെ കണ്ടുപിടിക്കും? എങ്ങനെയും കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ എന്റെ കാര്യം അപകടത്തിലാവും. ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇവൾ അറിയാതെ ഇവളുടെ ഫോൺ ഒന്ന് പരിശോധിക്കാം. ചിലപ്പോ അതിലെന്തെങ്കിലും ലീഡ് ഉണ്ടായിരിക്കും. വിപിൻ, എന്താ ഇത്ര വലിയ ആലോചന? എന്താ പ്രശ്നം? പല്ലവി, അവള് തന്നെ പ്രശ്നം. അവളെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. ഇന്നലെ രാത്രിയിലും ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി. രാത്രി മുഴുവൻ വഴക്കായിരുന്നു. പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവളോട് സ്നേഹം നടിച്ച് പെരുമാറുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാ വിപിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സ്നേഹത്തിലൂടെ മാത്രമേ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കൂ. പല്ലവിയുടെ നന്മ ആഗ്രഹിച്ചിട്ടാ, ഞങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാ പാർവതി ഇതൊക്കെ പറയുന്നത്. അതിനുവേണ്ടിയാണ് പാർവതി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും പല്ലവി മനസ്സിലാക്കുന്നില്ല. പാർവതി എന്ത് ചിന്തിക്കുന്നോ അതിൻ്റെ നേരെ വിപരീതമായിട്ടാ അവൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. പാർവതിയുടെ സ്നേഹവും കരുതലും ഒന്നും അവളുടെ കണ്ണിൽ പെടുന്നതേയില്ല. അതുപോലെ തന്നെയാ എൻ്റെ കൺസിഡറേഷനും അവൾ ഗൗനിക്കുന്നില്ല. നമ്മൾ എന്ത് നല്ലത് പറഞ്ഞാലും അതിൻ്റെ നേരെ വിപരീതമായിട്ടാ അവൾ ചിന്തിക്കുന്നത്. സമാധാനിക്ക് വിപിൻ. അവൾക്കിപ്പോഴും പ്രായത്തിൻ്റെതായ ഒരു പക്വത വന്നിട്ടില്ല. അതിൻ്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവളെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം.
മനസ്സിലായല്ലോ? നീ ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിച്ച അവള് നിന്റെ പാട്ടിലായിക്കോളും. അതിനുള്ളിൽ ഇവിടെ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറും. പ്രഭാവതി അമ്മ, നിങ്ങളുടെ ഈ മുഖംമൂടി ഉണ്ടല്ലോ, അത് അഴിഞ്ഞു വീഴും. നിങ്ങൾ ഇവിടെ നടത്തിയത് മുഴുവൻ ഒരു വലിയ നാടകമാണെന്ന് എല്ലാവരും തിരിച്ചറിയും. എല്ലാവരെയും ഞാനത് അറിയിക്കും. അതിനു വേണ്ട എല്ലാ സാക്ഷികളും എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ ഭദ്രമാണ്. വെള്ളവുമില്ല, തൊണ്ട വരണ്ടിട്ട് വയ്യല്ലോ. ഹലോ, ഞാൻ നേരത്തെ സംസാരിച്ച ആളാ. മനസ്സിലായി മാഡം. നമ്പർ അപ്പം തന്നെ ഞാൻ സേവ് ചെയ്തിരുന്നു. അതെ, പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വിളിച്ചേ. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് നിങ്ങളെ കാണാൻ വരും. അദ്ദേഹത്തിൻ്റെ അമ്മ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ദുരുപയോഗം ചെയ്ത വിവരം നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് പറയണം. ധൈര്യമായിട്ട് വരണം മാഡം. എല്ലാം കൃത്യമായി ഞാൻ സാറിനോട് പറഞ്ഞേക്കാം. മാഡം സാറുമായി നാളെ തന്നെ ഇങ്ങോട്ട് പോന്നോളൂ. ആ, ശരി ശരി. അപ്പോ നാളെ കാണാം. ശരി മാഡം. ചേട്ടാ, ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ. തണുത്തതോ തണുക്കാത്തതോ മാഡം? തണുത്തത് മതി. ശരി മാഡം. ഇതാ മാഡം വെള്ളം. ആ, ഇതാ. മാഡം 20 രൂപ ചേഞ്ച് ഉണ്ടാവും. ഈ 500 ചേഞ്ച് ഇല്ല. ആ, ചേഞ്ച് ഇല്ലെങ്കിൽ താനത് വെച്ചോ. നല്ല പെണ്ണുമ്പിള്ള. പണത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ പോലും മാറ്റിവെക്കുന്ന പെണ്ണുങ്ങളുള്ള ഈ നാട്ടില് 20 രൂപയ്ക്ക് പകരം 500 നോട്ട് നൽകുന്ന പുണ്യം ചെയ്ത പെണ്ണുങ്ങളും ഉണ്ടല്ലോ. ഈ മഹതി ഇനിയും എൻ്റെ കടയിൽ വന്ന് 500 1000 ഒക്കെ തന്ന് എന്നെ സഹായിക്കണേ ഭഗവാനെ. വിശാൽ സർ, സാറ് എൻ്റെ ഫോൺ കണ്ടോ? ഞാനത് എവിടെയോ വെച്ച് മറന്നുപോയി. എവിടെ ഒന്ന് നോക്കിയിട്ട് കാണുന്നുമില്ല.
ഈ ഫോൺ അന്ന് ഞാൻ വാങ്ങി തന്നപ്പോഴേ തനിക്കിത് വേണ്ടായിരുന്നല്ലോ. ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് താനിത് മാറ്റിവെച്ചല്ലേ. ഇപ്പൊ എന്തു പറ്റി? ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് സർ, ഞാൻ ഇനിയിപ്പൊ ചമ്മു ഒന്നും വേണ്ട. അല്ല, ഈ ഫോൺ എങ്ങനെ ഇവിടെ വന്നേ? പ്രഭാവതി അമ്മയാ ഇതെന്റെ കൊണ്ട് തന്നത്. നീ ഇത് കിച്ചണിൽ വെച്ച് മറന്നല്ലേ? അവിടെ നിന്നാ അമ്മയ്ക്കിത് കിട്ടിയത്. ഇനിയെങ്കിലും ഇത് എവിടെയും കൊണ്ട് കളയാതെ സൂക്ഷിച്ചു വെച്ചോ. പ്രതാപ, ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് വന്നില്ല. എന്നെ കാണാൻ വേണ്ടി ചേച്ചി ഇവിടെ വരെ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എടാ, നീ എന്റെ കൂടെപ്പിറപ്പല്ലേ? ഒരേ രക്തത്തിൽ പിറന്നവര്. അപ്പോ എനിക്ക് നിന്നെ വന്ന് കാണാതിരിക്കാൻ പറ്റുമോ? എവിടെയായിരുന്നാലും ഞാൻ നിന്നെ വന്ന് കാണൂടാ. നിന്നെ അങ്ങനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു നിന്നെ ഉപേക്ഷിക്കണം? അതിന് മാത്രം എന്തെങ്കിലും തെറ്റ് നീ എന്നോട് ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം കൈയും മെയ്യും മറന്ന് നിന്നവനല്ലേ നീ? ആ നിന്നെ എനിക്ക് എങ്ങനെയാടാ മോനെ കൈവിടാൻ പറ്റുന്നത്? ചേച്ചി എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും ചേച്ചിയെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. എടാ, നീ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോ എന്റെ ഒരു വശം തളർന്നത് പോലെയായി. അതെനിക്കറിയാം ചേച്ചി. അല്ല, ചേച്ചി ഇപ്പോൾ വന്നേ? ആ, നിന്നെ കണ്ട് ഒരു കാര്യം സംസാരിക്കണമെന്ന് തോന്നി. അതിനാ ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നത്. അല്ല, നീ ഇപ്പൊ എവിടെ താമസിക്കുന്നത്? അത് ഞാനിവിടെ അടുത്തൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ചേച്ചി ഇപ്പം അങ്ങോട്ടേക്കൊന്നും വരണ്ട. നമ്മുടെ നിലയ്ക്കും ചേർന്നൊരു സ്ഥലമല്ലത്. പിന്നെ ഞാനിത് ആർക്കും മുഖം കൊടുക്കാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അല്ല, ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അത് പറ. പ്രതാപ, ആ പാർവതി എന്നെ വെല്ലുവിളിച്ചിരിക്കുക. നിന്നെയും ജാസ്മിനെ ഇറക്കി വിട്ടതുപോലെ നാളെ അവൾ എന്നെ ഇറക്കി വിടുമെന്ന്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ചേച്ചി? വിശാൽ അവിടെ ഉള്ളപ്പോൾ അവൾ എങ്ങനെ ചേച്ചി ഇറക്കി വിടും? എടാ, നമ്മൾ നടത്തിയ ചതിയെല്ലാം അവള് വ്യക്തമായിട്ട് അറിഞ്ഞ ലക്ഷണമുണ്ട്. അതവൾ എന്നോട് പറഞ്ഞു. എന്നെ പുറത്താക്കാൻ വേണ്ട രഹസ്യങ്ങള് അവൾക്കറിയാമെന്ന്. അത് വിശാലിനെ ബോധ്യപ്പെടുത്താൻ പാകത്തിനുള്ള തെളിവുകളും സാക്ഷികളും അവളുടെ പക്കലുണ്ട് പോലും. എനിക്കത് കേട്ടിട്ട് പേടിയാവുന്നടാ. അവൾ ഒന്നും കാണാതെ എന്നെ അങ്ങനെ വെല്ലുവിളിക്കില്ല. തെളിവുകളും സാക്ഷികളും അവളുടെ കയ്യിലുണ്ടാവും. എനിക്കത് അവള് വെറുതെ പറഞ്ഞതായിട്ട് തോന്നുന്നില്ല പ്രതാപ. നമ്മൾ കാട്ടിക്കൂട്ടിയ ചെയ്തികൾ മുഴുവൻ വിശാലിനോട് അവള് പറഞ്ഞു കൊടുത്താൽ അതോടെ എല്ലാം സമാപ്തമാവും. പിന്നെ അവള് പറഞ്ഞതുപോലെ വിശാൽ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും.
അന്വേഷിച്ചറിയണം. എന്നിട്ട് അത് എന്നെ അറിയിക്കണം. ഞാൻ പറഞ്ഞതുപോലെ നീ അന്വേഷിച്ചാൽ അവളുടെ പദ്ധതി എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് വ്യക്തമാവും. ശരി ചേച്ചി, ഞാൻ അന്വേഷിക്കും. പ്രതാപൻ അന്വേഷിക്കട്ടെ. അതിനിടയ്ക്ക് പാർവതിയും വിശാലും പുറത്തു പോകുന്നത് എങ്ങനെയെങ്കിലും 2 ദിവസത്തേക്ക് തടയണം. അവൾക്കിപ്പോഴും പ്രായത്തിൻ്റെതായ ഒരു പക്വത വന്നിട്ടില്ല. അതിൻ്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവളെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വഴിയുണ്ട്. എന്തു വഴി? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പാർവതി പറഞ്ഞ തന്ത്രം തന്നെ പ്രയോഗിച്ചു നോക്കാം. ആ, ഹലോ. എടാ രതീഷേ, നീ ഉറങ്ങിയോ? ആ, ഇല്ലേ? ഒന്നുമില്ലടാ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാ, എന്റെ വീട്ടില് ഞങ്ങൾ മക്കളിൽ ആർക്കാണ് ആദ്യം കുഞ്ഞ് ജനിക്കുന്നത് അവർക്ക് ഞങ്ങളുടെ അച്ഛൻ 2 കോടി രൂപ പ്രൈസ് മണി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. ഞങ്ങൾ മക്കൾക്ക് കോളടിച്ചു എന്നല്ല നീ പറയേണ്ടത്, എനിക്ക് ആ ഭാഗ്യം അടിക്കണമെന്നാ പറയേണ്ടത്. നീ നോക്കിക്കോ രതീഷേ, ആ സമ്മാനം ഞാൻ തന്നെ അടിച്ചെടുക്കും. എടാ, അതിന് ഞാനും എന്റെ വൈഫും ഒന്ന് ഉത്സാഹിച്ച പോരെ? ആദ്യത്തെ കൺമണി ഞങ്ങളുടേതായിരിക്കും, സമ്മാനവും ഞങ്ങൾക്കായിരിക്കും. ആ സമ്മാനം വാങ്ങിയിട്ട് വേണം ലോകം മുഴുവനും ചുറ്റിക്കറങ്ങണമെന്നുള്ള എന്റെ ആഗ്രഹം നിറവേറ്റാൻ. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടടാ. ഇവിടെ ഉത്സാഹം എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, അവളും കൂടി മനസ്സ് വെക്കണ്ടേ. എടാ, ഞാൻ നിന്നെ നാളെ വിളിക്കാം. സമ്മാനം നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിശാൽ സർ, സാർ ഇറങ്ങിയോ? ആ, ഞാൻ ഇറങ്ങുവാ. സർ, നമുക്കിന്ന് ഒരിടം വരെ പോകണം. സാറ് എൻ്റെ കൂടെ അവിടം വരെ ഒന്ന് വരണം. എവിടേക്കാ പോകേണ്ടത്? അത് ഞാൻ പറയാം. അല്ല, ഇന്ന് തന്നെ പോണോ? വേറൊരു ദിവസം ആയല്ലോ. ഇന്നേ ഓഫീസിൽ കുറച്ച് അർജന്റ് ജോലിയുള്ളതാ. സർ, അവിടം വരെ ചെല്ലാൻ കുറച്ച് സമയം മതി, ഒരു 2 മണിക്കൂർ. അത് കഴിഞ്ഞ് സാറിന് അവിടെ നിന്ന് ഓഫീസിലോട്ട് പോവാം. അല്ല, എന്താ ഇത്ര അത്യാവശ്യം? നമ്മളെന്തിനാ അവിടെ പോകുന്നത്? അത് അവിടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നമുക്ക് കാണാനുണ്ട്.
അയാളെ സാറിന് എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. ആരാ കക്ഷി?